അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ വരുന്നുണ്ട്. അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ചുള്ള അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കുമെന്നാണ് വിവരം. കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗ് പരസ്യപ്പെടുത്താനാകില്ലെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് അറിയിച്ചു. 2025 ചട്ടപ്രകാരം ഈ റെക്കോർഡിംഗ് ആർക്കും കൈമാറാനാകില്ല എന്നാണ് ബോർഡ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഗുഡ് മോർണിംഗ്. ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വിമർശനങ്ങൾ, അവ്യക്തതയൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. മുൻപ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ പോലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും പരാമർശം ഉണ്ടായതാണ്. ഇതിപ്പോൾ ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അത് ഏതു വിധത്തിലാണ് പുറത്തു വരുന്നത്? അന്തിമ റിപ്പോർട്ട് എന്നുണ്ടാകും? ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. സുപ്രീം കോടതിയിൽ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് അഹമ്മദാബാദ് വിമാന അപകടത്തെ സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ കൊല്ലപ്പെട്ട പൈലറ്റിന്റെ അച്ഛൻ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രധാനമായ ചില കാര്യങ്ങൾ കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് അറിയിച്ചിരിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗ്, അതായത് ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗ് പരസ്യപ്പെടുത്തണമെന്നൊരാവശ്യം ഈ ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. കാരണം സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തുന്ന ഏജൻസിക്ക് അത് പരിശോധിക്കുന്നതിന് വേണ്ടി അത് കൈമാറണമെന്നും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ 2025 ചട്ടങ്ങൾ പ്രകാരം ആ കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗ് ഈ ഒരു കാരണവശാലും ഈ പരസ്യപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രവും അതുപോലെ തന്നെ ഈ ബോർഡും സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള, കാരണം അതിലെ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. ആ കോൺഫിഡൻഷ്യാലിറ്റി നിലനിൽക്കുന്നിടത്തോളം അത് പരസ്യപ്പെടുത്തുന്നത് രാജ്യാന്തര നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ലംഘനമാണ് എന്നാണ് ഇപ്പോൾ ഈ കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഏറെക്കുറെ തയ്യാറായിട്ടുണ്ട് എന്ന പരാമർശം കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബറോടുകൂടി അന്തിമ റിപ്പോർട്ട് തയ്യാറാകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ നിലവിൽ ആ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നും കോടതിയെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പൂജ.